മടിയെക്കുറിച്ച് 2 വാക്ക്. മടി ഗാഢനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും. സദൃശവാക്യം 19:15. മടിയാ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ ഉറക്കം, കുറെ നിദ്ര, കുറെ കൈകെട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപ്പണിക്കാരനെ പോലെയും വരും. സദൃശവാക്യങ്ങൾ 6:6-11 വരെ. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാകുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. സദൃശവാക്യങ്ങൾ 10:4-5. ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. സദൃശവാക്യം 10:26. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയവേലയ്ക്ക് പോകേണ്ടി വരും. സദൃശവാക്യങ്ങൾ 10:24. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. സദൃശവാക്യം 12:27. മടിയൻ കൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. സദൃശവാക്യങ്ങൾ 13:4. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിച്ചവനോ വർദ്ധിച്ചു വരും. സദൃശവാക്യം 13:11. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുംവഴി തന്നെ. സദൃശവാക്യം 15:19. വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ. സദൃശവാക്യങ്ങൾ 18:9. മടിയൻ തന്റെ കൈ തളികയിൽ പൂഴ്ത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. സദൃശവാക്യങ്ങൾ 19:24. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും, ഒന്നും കിട്ടുകയുമില്ല. സദൃശവാക്യം 20:4. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്, നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. സദൃശവാക്യം 20:13. മടിയന്റെ കൊതി അവന് മരണഹേതു, വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ. സദൃശവാക്യങ്ങൾ 21:25. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. സദൃശവാക്യം 22:13. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപേയും കൂടി പോയി. അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവം നിറഞ്ഞു നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ ഉറക്കം, കുറെ നിദ്ര, കുറെ കൈകെട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപ്പണിയെപ്പോലെയും വരും. സദൃശവാക്യം 24:30-34 വരെ. കതക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. സദൃശവാക്യം 26:14. ബുദ്ധിയോട് പ്രതിവാദിപ്പാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനിയെന്നു മടിയന് തോന്നുന്നു. സദൃശവാക്യം 26:16. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. സദൃശവാക്യങ്ങൾ 16:2-4 വരെ.